ഹായ്, വെൽക്കം ടു ദിവ്യാസ് ഡെയിലി ടാരോട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ഗൈഡൻസാണ് പ്രപഞ്ചശക്തി ഇന്ന് നൽകാൻ പോകുന്നത്. റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ മാത്രം കാണുക കേട്ടോ. ഇത് തികച്ചും ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. എല്ലാവർക്കും ഇത് റെസണേറ്റ് ആകണമെന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ മാത്രം കാണുക. ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ ഇത് കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇത് കേട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആകുന്നില്ല എന്ന് തോന്നുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവർ മാത്രം കാണുക. ഓക്കെ, അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എനർജി കാർഡിന് നൽകുക. റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുമെന്ന് അറിയത്തില്ല. റെസണേറ്റ് ആവുന്നവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് പ്രപഞ്ചശക്തി നൽകുന്ന ഗൈഡൻസ് എന്താണ്, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ഗൈഡൻസാണ് പ്രപഞ്ചശക്തിക്ക് നൽകാനുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തിയുടെ റിലേഷൻഷിപ്പിലുള്ള ഗൈഡൻസ് എന്താണ്? താങ്ക് യു ഗോഡ്, താങ്ക് യു വ്യൂവേഴ്സ്. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർട്സ് ആണ്. നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾസ്, സെക്കൻഡ് സിക്സ് ഓഫ് വാൻഡ്സ്, Four of Swords, Ten of Swords, Judgment, and Four of Pentacles. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണെന്ന് വെച്ചാൽ പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുള്ള സാധ്യതയാണ് കാർഡ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്കൊരു ശുഭവാർത്ത നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് കാർഡ്സ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ പരസ്പരം ഏതെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലി പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത്. നിങ്ങളങ്ങനെ ചെയ്യരുത്. ആരുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിന് നിൽക്കരുത്. വഴക്കിടാനും വെറുതെ മത്സരബുദ്ധിയോടുകൂടി പെരുമാറാതിരിക്കുക. നിങ്ങളുടെ എനർജിയിൽ കാണിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളതിനു വേണ്ടി അങ്ങനെ ശ്രമിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്. ഫോർ ഓഫ് സോർട്സ്, നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുക. ഒരു ആർഗ്യുമെൻറ്റിന് നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് സൈലൻ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നത്രയും നിങ്ങൾ അങ്ങനെ ഇരിക്കുക. ഓക്കെ, വെറുതെ വഴക്കിടണ്ട. അവർ പറയുന്നത് പറയട്ടെ എന്ന് വിചാരിക്കുക. ഇനി നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ കൂടെ നിങ്ങളതിനോട് മത്സരിക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ രണ്ട് കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ പരസ്പരം മത്സരിക്കാതിരിക്കുക. നിങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. നമുക്ക് മറ്റൊരാളെ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റും? ഇല്ല. അവരും കൂടെ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് അവരിലേക്ക് നമ്മുടെ മെസ്സേജ് ക്ലിയർ ചെയ്യാൻ കൂടും. അവർക്കൊരു ക്രിസ്റ്റൽ ക്ലാരിറ്റി അതിൽ വരണമെങ്കിൽ അവരും കൂടി മനസ്സ് വയ്ക്കണം. അപ്പോൾ വെറുതെ നമ്മളോട് ആർഗ്യുമെൻറ്റിന് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ മെസ്സേജ് അയക്കുന്നത് തന്നെ
ചിലപ്പോൾ നിങ്ങളോടൊരു വഴക്കിടാനുള്ള ഒരു ഇതായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, നിങ്ങളതിനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ കൂളായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സറണ്ടർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, താഴെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് വളരെയധികം പെയിൻഫുള്ളായിട്ടിരിക്കുകയാണ്. അവർക്ക് നല്ല വേദന കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സെപ്പറേഷൻ സ്റ്റേജിലാണെങ്കിൽ അവരിപ്പോൾ വളരെയധികം അതോർത്ത് ദുഃഖിക്കുന്നു എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. എന്താണോ ചെയ്തിരിക്കുന്നത് ആ പഴയതിൽ നിന്നൊക്കെ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ രീതിയിലായിരിക്കും അവർ നിങ്ങളിലേക്കൊരു മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ പഴയതൊക്കെ പറഞ്ഞ് വീണ്ടും വഴക്കിടാൻ നിൽക്കാതെ ഒന്ന് ക്ഷമയോടെ നിൽക്കുക. ചിലപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഒഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അതാണ്, പഴയതൊക്കെ മറന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരും ആഗ്രഹിക്കുന്നത്. അവരത് ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പുള്ളിക്ക് നല്ല പോലെ അത് ആരായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ ആരായിരുന്നാലും അവർക്ക് നല്ലതുപോലെ പെയിൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് നല്ലൊരു പെയിൻ വന്നിട്ടുണ്ട്. അതിൽ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്, അവർക്ക് കുറ്റബോധവും ഉണ്ട്. അപ്പോൾ അവരൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് പഴയതിൽ നിന്നൊക്കെ ഒരു മോചനം അവരാഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ നിങ്ങളത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവരെ കേൾക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് എന്താണോ അത് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആവുമോ ഇല്ലയോ എന്ന് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി അവരെ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്ന 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പുള്ളി പഴയതൊക്കെ മറന്നവർ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിലാവണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവരതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നത്തിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും അവരത് വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഒന്ന് സേഫാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട് നല്ലൊരു നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സെപ്പറേഷൻ സ്റ്റേജിലിരിക്കുന്നവർക്കൊരു റീകൺസിലേഷനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ വഴക്കൊന്നുമില്ലാതെ പരസ്പര ധാരണയോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. ആർഗ്യുമെൻറ്റിന് നിൽക്കാതിരിക്കുക, വഴക്കിടണ്ട, ക്ഷമയോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ പൗർണമിയൊക്കെ കഴിഞ്ഞതല്ലേ, ഇമോഷണലി പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാകുമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 3 ഒറക്കിൾസിന് കൂടി നിങ്ങൾക്ക് 2 പേർക്കും കൂടെയുള്ള എനർജി എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 3 ഒറക്കിൾസിന് നമുക്ക് 2 കാർഡ്സ് എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുന്ന എനർജി എന്താണ്, അവരുടെ പേഴ്സണ് കിട്ടുന്ന എനർജി എന്താണ്. ഓക്കെ, 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ലുക്ക് അറ്റ് ദ ബിഗ്ഗർ പിക്ചർ എന്നാണ്. നിങ്ങളുടെ എനർജിയാണിത്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ് എന്നാണ്. വളരെ നല്ല കാർഡ്സാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് അല്ല ലവേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് കാണുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാവി എന്തായിരിക്കും, നല്ല രീതിയിൽ പോകുന്നതാണോ, നിങ്ങളുടെ പേഴ്സൺ ഏത് രീതിയിലുള്ള ആളാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ എന്താണ് ഫേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളത് ചിന്തിക്കുക, അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ വരും വരായികളൊക്കെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ചിന്തിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇത് കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവരെത്രത്തോളം നിങ്ങളോട് കമ്മിറ്റഡ് ആണ്
എന്നുള്ളത് നമുക്ക് നോക്കാം. അവരെത്രത്തോളം ആത്മാർത്ഥത നിങ്ങളോടുണ്ട് എന്നുള്ളത് ഒരു ടെസ്റ്റിംഗ് പീരീഡാണ്. അവരുടെ കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. അവരെത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, അവരെത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് വഴി അവരാഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതിൽ നെഗറ്റീവായിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ദയവേത് അട്രാക്റ്റ് ചെയ്ത് എടുക്കരുത് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ക്ലെയിം ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.